വരെ എല്ലാവർക്കും നമസ്കാരം. ഞാൻ സരസ്വതി ടീച്ചർ. സരസ്വതി സരയുവിലേക്ക് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. ഇന്ന് മഴയായതുകൊണ്ട് നടക്കാൻ പോകാൻ പറ്റിയില്ല. രാവിലെ ഒരു കട്ടൻ കാപ്പി മാഷ് ഇട്ടുകൊണ്ട് തന്നു, അത് കുടിച്ചു. അതിനുശേഷം ചായ വെച്ചു. ചായ മാഷും കൊടുത്ത് ഞാനും കുടിച്ചു. അതിനുശേഷം ചൂടുവെള്ളത്തിൽ മേലൊക്കെ കഴുകി വിളക്കൊക്കെ വെച്ചു. ഒരു 2 മിനിറ്റ് നാമഞ്ഞു വെച്ചു. അതിനുശേഷം പ്രഭാത ഭക്ഷണം, പ്രാതൽ ഉച്ചക്കത്തെ അല്ലേ, രാവിലത്തെ ഭക്ഷണം റാഗി പുട്ടായിരുന്നു എനിക്ക്. മാഷൊക്കെ മാവിരുന്നു, ഇഡ്ഡലി. 2 പേരേ ഉള്ളൂ. എന്തിനാന്ന് നിങ്ങൾക്ക് തോന്നും. പക്ഷേ 2 പേർക്കും ശാരീരിക രീതി 2 ആണല്ലോ. ടീച്ചറുടെ അവസ്ഥയല്ലല്ലോ. മാഷക്ക് അങ്ങനെ ഒന്നും അസുഖങ്ങളും ഭഗവാൻ അനുഭവിച്ചിട്ടില്ല. അപ്പോൾ അങ്ങനെ രാവിലത്തെ ഭക്ഷണം കഴിഞ്ഞു. അതിനുശേഷം കുറച്ച് TV കണ്ടു. TV കണ്ടിട്ട് സത്യം പറഞ്ഞാൽ ഒരുപാട് ദുഃഖം തളം കെട്ടി കിടക്കുകയാണ് നിങ്ങൾക്കും എനിക്കും എല്ലാവർക്കും. അപ്പോൾ അവരുടെ മാതാപിതാക്കളെക്കുറിച്ചും സഹോദരങ്ങളെക്കുറിച്ചും ഒന്ന് ചിന്തിച്ച് നോക്കൂ. ആ മെഡിക്കൽ കോളേജിലെ കുട്ടികൾ വൈകിട്ട് കഷ്ടം, ഒരു റിലാക്സേഷൻ വേണ്ടി, ഭയങ്കര സ്ട്രെസ്സുള്ള ജോലിയല്ലേ മെഡിക്കൽ ഫീൽഡ്. അത് മെഡിസിൻ പഠിക്കുന്ന കുട്ടികൾ എന്നൊക്കെ പറയുമ്പോൾ എത്രമാത്രം അവർക്ക് ടെൻഷനും സ്ട്രെസ്സും ഒക്കെയാണ്. അപ്പോൾ ഒന്ന് റിലാക്സ് ചെയ്യാമെന്ന് വെച്ച് ചങ്ങാതിമാരെല്ലാവരും കൂടെ ഒന്ന് പോയതല്ലേ. അതിങ്ങനൊരു വൻ ദുരന്തത്തിലേക്ക് എത്തിച്ചതിൽ എന്താ ഒരു സങ്കടം അല്ലേ. എനിക്കത് കണ്ടു കഴിഞ്ഞപ്പോൾ സത്യം പറയാമല്ലോ, നിങ്ങളെല്ലാവരെയും പോലും വല്ലാതെ ഹൃദയം അങ്ങ് നുറുങ്ങിപ്പോയി. പിന്നെ കുറച്ച് നേരം അവിടെ ഇരുന്നു സങ്കടപ്പെട്ടു. മാഷ് വഴക്ക് പറഞ്ഞു. പിന്നെ എന്നിട്ട് അത് നോക്കിക്കൊണ്ടിരിക്കുന്നത് എന്തിനാണെന്നും പറഞ്ഞ് മാഷ് ഒരു ന്യൂസ് ഒത്തിരി കണ്ടേച്ചങ്ങ് പോയി. കണ്ടു. ഞാൻ എന്നാലും ഇതൊക്കെ ഇരുന്ന് കാണുകയും ചെയ്യും കേട്ടോ. അതിനുശേഷം ആ വീടുകളിലേക്ക് ഒരവസ്ഥ, ദൈവമേ, ഒരു വീട്ടിൽ നിന്ന് 2 കുട്ടികൾ മെഡിസിൻ പഠിക്കാത്ത. അപ്പോൾ എത്ര സന്തോഷിച്ച് കാണും പേരൻസ്. എന്നിട്ട് നോക്കൂ, ഇതാ നമ്മൾ മക്കളെ മാമ്പൂവും കണ്ട് നമുക്കൊന്നും സന്തോഷിക്കാനില്ല ഈ ലോകത്തിൽ അല്ലേ. ഒന്നും കണ്ട് നമുക്കത് സന്തോഷിക്കാനില്ല എന്നുള്ളതാണല്ലോ നമ്മൾ ഈ അനുഭവത്തിലൂടെ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതൊക്കെ കണ്ട് കുറച്ച് നേരം ഇരുന്നു, വിഷമിച്ചു. അത് കഴിഞ്ഞ് ഞാൻ അടുക്കളയിലേക്ക് വന്ന് ഓരോരോ ജോലികൾ. ഉച്ചയ്ക്ക് പാവയ്ക്ക തീയലും, പാവയ്ക്കയും ചെറിയുള്ളിയും കൂടെ തീയൽ വെച്ചു. ചോറ് വെച്ചു എന്ന് പറയണ്ടല്ലേ. ചോറ് വെച്ചു. ചോറ് എല്ലാവരും വയ്ക്കുന്നതല്ലേ. പിന്നെ മറന്നു, രസം ഉണ്ടാക്കി. കടലപ്പരിപ്പും നമ്മുടെ കൂട്ടുകറിക്കൊക്കെ ഉപയോഗിക്കുന്ന പരിപ്പ്, അത് വേവിച്ചിട്ട് അത് ബീൻസും കൂടെ ഒരു തോരൻ വെച്ചു. ഇത്രയൊക്കെയായിരുന്നു ഉച്ചയ്ക്ക്. പക്ഷേ ഞാൻ നിങ്ങളോട് പറയാമല്ലോ, അത് 3ഉം ചെയ്തത് രജനിയാണ്, നമ്മുടെ രജനിക്കുട്ടി. ഞാൻ ഇന്നലെ ഒരു റീലിട്ടു മിനിഞ്ഞാന്ന്. എനിക്കത് കണ്ടിട്ടേ ഒരുപാട് പേര് അതിനകത്ത് കയറി. പക്ഷെങ്കിൽ എനിക്കതൊരു ഓക്വേഡായിട്ട് തോന്നിയുകൊണ്ട് ഞാനതങ്ങ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. നിങ്ങൾ എന്നോട് ക്ഷമിക്കണം കേട്ടോ. അത് എനിക്ക് തന്നെ തോന്നിയൊരു ബോറൊന്ന്. ഞാനൊരു എങ്ങനെയായിട്ടൊന്നൊന്ന് നോക്കിയത് റീലിട്ട്. പക്ഷെ അതിനകത്ത് കുറേ പേരൊക്കെ കയറി. പക്ഷെ ഞാനത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. അതിൽ നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. രജനിയും പറഞ്ഞത് വേണ്ട ടീച്ചറാണ്. ഞാനിങ്ങനെ സങ്കടപ്പെടുന്ന പോലെയൊക്കെ അല്ലേ അതിനകത്ത്. അപ്പോൾ ദൂരെ ഇരിക്കുമ്പോൾ ഒരു പക്ഷേ മക്കൾ കണ്ടാൽ അവർക്ക് വിഷമാവുകയില്ലേ. അതുകൊണ്ട് ടീച്ചർ അതൊന്നും വേണ്ടെന്ന് അവളും പറഞ്ഞു. ഞാനും എനിക്കും തോന്നി. അങ്ങനെ ഉച്ചക്കത്തെ അല്ല അവളാ വെച്ചത്. അങ്ങനെ രജനി പോയി. രജനി ഇവിടെ 1.5 മണിക്കൂർ 2 മണിക്കൂറിനുള്ളിൽ അവൾ പോകും. അത്രയും സമയമാണ് സത്യത്തിൽ എൻ്റെ ജീവിതം. ഞങ്ങൾ മാഷും ഞാനും കൂടെ എന്ത് വർത്തമാനം പറയാനാണ് ഇതിനും വേണ്ടി. ഒന്നാമതേ ഞാൻ പറഞ്ഞിട്ടില്ലേ, വർത്തമാനം പറയാത്ത അധികം പറയില്ല എന്ന് മാഷ്. ഞാനാണേ സംസാര സാഗരവും. അപ്പോൾ അങ്ങനെ ഉച്ചക്കത്തെ അവൾ പോയി കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഊണ് കഴിച്ചേച്ച് പിന്നെ ന്യൂസ് നോക്കാനേ പോയില്ല. അതിനുള്ള ഒരു മാനസികാവസ്ഥയില്ല. അത് കഴിഞ്ഞ് വന്ന് ഒരു ശകലം നേരം
ഒന്ന് കിടന്നു, ഇത്തിരി ഒരു അരമണിക്കൂർ ഒന്ന് കിടന്നു, ഉറങ്ങിയില്ല കേട്ടോ. പിന്നെ എഴുന്നേറ്റു. വൈകിട്ട് മാഷൊക്കെ ഞങ്ങൾ രണ്ടുപേരും ചായ കുടിക്കില്ല. ഞാനൊരു ഗ്ലാസ് ഹോർലിക്സ് എടുത്ത് കഴിച്ചു, കലക്കി കുടിച്ചു. അതിന് ശേഷം പിന്നെ രാത്രിയിലത്തെ ഫുഡൊക്കെ ഉണ്ടാക്കി. അതും കഴിഞ്ഞ് ഇന്ന് രാത്രി കപ്പ പുഴുക്കും. കപ്പ വേവിച്ചതല്ല, കപ്പ ചെണ്ടമുറിയെ ഉണ്ടാക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതൊരു 7-6:30 മണി കഴിഞ്ഞിട്ട് മതിയല്ലോ. അപ്പം അതുകൊണ്ട് ഞാൻ അത് കപ്പപ്പുഴുക്കുണ്ടാക്കാമെന്ന് വിചാരിക്കുകയാണ്. അതിനിടയിൽ 1-2-3 പേര് ഇവിടെ വന്നു. അവരുമായിട്ടൊക്കെ കുറച്ച് നേരം സംസാരിച്ചു. ഇന്നത്തോടെ ഇങ്ങനെ അങ്ങ് പോയി കിട്ടും അല്ലേ? അങ്ങനെ ഓരോരോ ദിവസങ്ങൾ പോയി കിട്ടുകയാണ്, പോവുകയാണ്. പോയി കിട്ടുക എന്ന് പറഞ്ഞാൽ എന്തോ ഒരവസ്ഥയാണല്ലേ? നമുക്ക് നഷ്ടമാണത്. ജീവിതത്തിലെ ഓരോ താളുകളും, ലൈഫിലെ ഓരോ താളുകളും, ആയുസ്സിൻ്റെ ഓരോ അംശങ്ങളും കടന്നു പോവുകയാണ്. അതാണല്ലോ പ്രകൃതിയുടെ നിയമം. അപ്പോൾ അങ്ങനെ ഇന്നിനിയും വൈകിട്ട് അത്താഴത്തോടുകൂടി പിന്നെ ആരുടെയൊക്കെ കുറച്ച് ചാനലൊക്കെ കാണും, ലൈക്കും കമൻറ്റും ഒക്കെ അടിക്കും, സബ്സ്ക്രൈബ് ചെയ്യും. ഞാൻ അറിയുന്നവരെന്നൊന്നുമില്ല, എല്ലാവർക്കും സബ്സ്ക്രൈബ് ചെയ്യും, ലൈക്കും കമൻറ്റും അടിക്കും. അത് അവർക്കൊക്കെ ഒരു പ്രോത്സാഹനമല്ലേ? അങ്ങനെയൊക്കെ ആണ് ഇന്നത്തെ കാര്യങ്ങൾ. അപ്പോൾ ഇന്നൊരു ദിവസവും കൂടി അങ്ങനെ അങ്ങ് കഴിയും. നിങ്ങൾക്കെല്ലാവർക്കും ഒരു നല്ല ദിവസമായിരുന്നു ഇന്നെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആകട്ടെ എന്ന് ഞാൻ ചിന്തിക്കുന്നു. നിങ്ങൾക്കാർക്കും ഒരു വിഷമ അവസ്ഥകളും ഉണ്ടാകാതിരിക്കട്ടെ. നമുക്ക് ഈ നിമിഷം മുതൽ അങ്ങോട്ട് ഒരു ദുഃഖകരമായ വാർത്തകളും ഉണ്ടാകാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം, അല്ലേ? ബാക്കി കാര്യങ്ങൾ, വൈകിട്ടത്തെ കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളെ കാണിക്കാം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഇന്ന് വൈകിട്ടത്തെ ഡിന്നർ എന്നൊക്കെ പറയാമല്ലേ? പക്ഷെ നമ്മൾ പണ്ട് കാലം മുതൽ അങ്ങനെ ഉണ്ടല്ലേ? വൈകിട്ടത്തെ ഭക്ഷണം, രാവിലത്തെ പ്രഭാത ഭക്ഷണം, അതിന് പ്രാതൽ, ഉച്ചക്കത്തെ ഊണ്, വൈകിട്ട് അത്താഴം, ഇങ്ങനെയല്ലേ പറയും. ഞങ്ങളുടെ ഇന്നത്തെ അത്താഴം ഇതാണ്. നോക്കൂ, കപ്പ ചെണ്ടമുറി എന്ന് പറയും. കപ്പ പുഴുങ്ങിയതും, പുഴുക്കല്ല പുഴുങ്ങിയത്, കപ്പ പുഴുങ്ങിയതും, കാന്താരി ചമ്മന്തി. കാന്താരിക്ക് ഭയങ്കര വില, 500 രൂപ എന്നൊക്കെ പറയുന്നു കേട്ടോ. നമ്മുടെ മുറ്റത്ത് തന്നെ ഉണ്ട്. എല്ലാവരും ഒരു കാന്താരിയെങ്കിലും മുറ്റത്ത് വെച്ച് പിടിപ്പിക്കണം കേട്ടോ. എല്ലാവരെയും ഞാൻ എൻ്റെ രാത്രിയിലത്തെ അത്താഴത്തിലേക്ക് ക്ഷണിക്കുന്നു.